Hello friends, once again welcome back. Friends, അപ്പോൾ ഇന്ന് നമ്മളൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഒരു ആൻഡ്രോയിഡ് TV ബോക്സിന്റെ അൺബോക്സിംഗ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രാൻഡാണ് MXQ Pro എന്ന് പറയുന്നത്. അതിലൊരു 2GB 16GB വേരിയന്റ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ അൺബോക്സിംഗ് വേണ്ടി എടുത്തിരിക്കുന്നത്. സോ ഫ്രണ്ട്സ്, വിത്തൗട്ട് വേസ്റ്റിംഗ് എനി മോർ ടൈം, ലെറ്റ്സ് ബിഗിൻ. ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, ആ മണി നൈസ് അടിച്ചേക്കുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ഓൺ ടൈം കിട്ടുന്നതായിരിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ആൻഡ്രോയിഡ് TV ബോക്സ്. ഇങ്ങനെ ഒരു പാക്കേജിലിട്ടാണ് നമുക്ക് ഈ ഒരു TV ബോക്സ് കിട്ടുന്നത്. ഞാനിത് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തായിരുന്നു. എനിക്ക് ഏകദേശം ഒരു 2500 അന്ന് പ്രൈസ് വന്നിരുന്നു. അപ്പോൾ കുറച്ച് പ്രൈസ് കട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, ദീപാവലി സെയിലൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കേജ് നോക്കുമ്പോൾ എഴുതിയിരിക്കുന്നത് ഏറ്റവും ന്യൂവസ്റ്റ് ജനറേഷൻ ഓഫ് മൾട്ടിമീഡിയ പ്ലേ അറ്റ് ഹോം എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. മാത്രമല്ല നല്ലൊരു പ്ലെയറായിട്ടാണ്, നല്ല റിവ്യൂസൊക്കെ അതിനകത്ത് കിടപ്പുണ്ട്. വയർലെസ് കീബോർഡ്, മൗസ്, മറ്റു കാര്യങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യും. ഇതൊരു മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റ് അല്ല, മെയ്ഡ് ഇൻ ചൈനയാണ്. പിന്നെ ഇതിനകത്ത് 4K സപ്പോർട്ട് ചെയ്യും. റെസൊല്യൂഷൻ പറഞ്ഞിരിക്കുന്നത് 3840x2160 ആണ്. അപ്പോൾ അത്രയും മാക്സിമം റെസൊല്യൂഷൻ വരെ ഇതിനകത്ത് HDMI കേബിൾ വഴി നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. ഇതിൻ്റെ പ്രോസറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് വരുന്നത് അംലോജിക്കിൻ്റെ S905W എന്ന് പറയുന്ന ഒരു കോഡ് കോർ CPU ആണ്. 64-bit ബേസ്ഡ് ആയിട്ടുള്ളൊരു CPU ആണ്. അതുപോലെ തന്നെ കോർട്ടെക്സ് A53 ബേസ്ഡ് കോഴ്സാണ്, 4 കോഴ്സും. 2 GHz ആണ് മാക്സിമം ക്ലോക്ക് സ്പീഡ്. ഇതിൻ്റെ GPUയിലേക്ക് പോവുകയാണെങ്കിൽ മാലി 450 എന്ന് പറയുന്ന ഒരു GPU ആണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. മാക്സിമം ക്ലോക്ക് സ്പീഡ് 750 MHz ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു പെർഫോമൻസ് കിട്ടും. റാമിലേക്ക് വരുവാണെങ്കിൽ 2GB DDR3 റാമും അതുപോലെ തന്നെ റോമിലേക്ക് പോകുകയാണെങ്കിൽ 16GB റോമുമാണ് ഈ ഒരു പ്രോഡക്റ്റിനുള്ളത്. തന്നെ നമ്മൾ വളരെ പോപ്പുലറായിട്ട് കണ്ടുവരുന്ന ഹൈ എഫിഷ്യൻസി വീഡിയോ കോഡിംഗ് അഥവാ HEVC H.265 എന്ന് പറയുന്ന അഡ്വാൻസ് വീഡിയോ കോഡിംഗ് ടെക്നോളജിയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഓഡിയോ ഔട്ട്പുട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ അനലോഗിനൊപ്പം തന്നെ ഡിജിറ്റൽ ഔട്ട്പുട്ടും ഈ ഒരു ആൻഡ്രോയിഡ് TV ബോക്സ് നൽകുന്നുണ്ട്. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്തതിനകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. നമ്മൾ ഈ ബോക്സ് അൺബോക്സ് ചെയ്യുമ്പോൾ ആദ്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നതിൻ്റെ ഒരു യൂസർ മാനുവലാണ്. യൂസർ മാനുവലത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇത് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, അതിൻ്റെ വീഡിയോ ഓഡിയോ ഫോർമാറ്റ്സ് അടക്കം മിക്കവാറും എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ലേബൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ ഇതിൻ്റെ പ്രിഫേസസ്, പിന്നെ സ്റ്റേറ്റ്മെൻറ്റ്സ്, അങ്ങനെ പിന്നെ TV ബോക്സിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നത് കീ ഫോർമാറ്റ്, മറ്റു കാര്യങ്ങളെല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഇതൊന്ന് റീഡ് ചെയ്ത് നോക്കുന്നത് വളരെ നന്നായിരിക്കും. കാര്യം മിക്കവാറും എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് അവർ ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. മിക്കവാറും നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺസിൽ എടുക്കുന്ന ഒട്ടുമിക്ക വീഡിയോ ഫോർമാറ്റ്സും ഓഡിയോ ഫോർമാറ്റ്സും എല്ലാം തന്നെ ഈ ഒരു ആൻഡ്രോയിഡ് TV ബോക്സിൽ എടുക്കും. അത് മാത്രമല്ല കുറച്ച് എക്സ്ട്രാ ഫോർമാറ്റ്സും കൂടി ഇതിനകത്ത് എടുക്കും. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമുക്കിതിനകത്ത് ഒരു ഓഡിയോ സെക്ഷനകത്ത് 5.1 AC3 DTS പോലുള്ള ഫോർമാറ്റ്സ് എടുക്കുമെന്ന് ഇവർ ഈ ഒരു ഇതിൻ്റെ യൂസർ മാനുവലിൽ പറയുന്നുണ്ട്. അത് എത്രത്തോളം സക്സസ് ആയിട്ട് എടുക്കുമെന്നോ എനിക്കറിയില്ല. ഇനി തേർഡ് പാർട്ടി ഏതെങ്കിലും ആപ്ലിക്കേഷൻ വഴി എടുക്കത്തുള്ളൂ എന്നും അറിയില്ല. നമുക്കെന്തായാലും ഇത് ചെക്ക് ചെയ്ത് നോക്കാം. മാത്രമല്ല ഈ ഒരു ആൻഡ്രോയിഡ് TV ബോക്സ് അത് പ്രീ ഇൻസ്റ്റാൾഡായിട്ട് കൊടി എന്നൊരു ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. അതിനകത്ത് മിക്കവാറുള്ള ഡീറ്റെയിൽസ് ഫയൽസ് എല്ലാം എടുക്കുന്നതായിട്ട് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനിപ്പം ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ ഇടുന്നുണ്ട്, വർക്കിംഗ് വീഡിയോ. അപ്പോൾ അതിനകത്ത് നമുക്ക് ഓരോന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം ഇടാൻ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇടാഞ്ഞത്. അപ്പോൾ അതിനകത്ത് നമ്മൾ എല്ലാ ഫയൽസും ഫോർമാറ്റ്സും ചെക്ക് ചെയ്ത് നോക്കുന്നതായിരിക്കും. പിന്നെ റിമോട്ടിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഈ ഒരു യൂസർ മാനുവലിൽ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല വ്യക്തമായിട്ടുള്ള ഒരു കണക്ഷൻ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആർക്കും ഈസി ആയിട്ട് നോക്കി കണക്ട് ചെയ്യാം, ഒരു ബുദ്ധിമുട്ടും ഇല്ല, വളരെ ഈസി ടു യൂസ് ആണ് ഫ്രണ്ട്സ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ യൂസർ മാനുവലിൽ ഇതിൻ്റെ ഫസ്റ്റ് UI യൂസർ ഇൻ്റർഫേസിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വരുന്ന ടൈൽസും മറ്റു കാര്യങ്ങളും പ്രീ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിതിൻ്റെ വയർലെസ് കണക്ടിവിറ്റിയിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് വൈഫൈ, ബ്ലൂടൂത്ത് ഇനേബിൾഡ് ആണ്. നിങ്ങൾക്ക് വൈഫൈ വഴി നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂട്യൂബ് ചാനൽസ് അങ്ങനെ മറ്റു കാര്യം ഇൻ്റർനെറ്റ് ഷെയർ ചെയ്ത് നിങ്ങൾക്ക് അതുവഴി കാണാവുന്നതാണ്. അത് മാത്രമല്ല ബ്ലൂടൂത്ത് വഴി നിങ്ങൾക്ക് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസിനകത്തുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഓഡിയോ വീഡിയോ ഫോർമാറ്റ്സിലേക്ക് പോകുകയാണെങ്കിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ഓഡിയോ വീഡിയോ ഫോർമാറ്റ്സും ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MP4, അതുപോലെ തന്നെ MKV, AVI, അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഫോർമാറ്റ്സും ഇതിൽ എടുക്കുന്നുണ്ട്. പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ഇതിൻ്റെ ഓഡിയോ ഫോർമാറ്റ്സിലേക്കാണ്. ഓഡിയോ ഫോർമാറ്റ്സിനകത്ത് MP3, WMA, വേവ്, ഫ്ലാക്ക്, അതുപോലെ AC3 DTS ഇവർ ഇതിനകത്ത് തന്നെ ഇവരുടെ മാനുവലിൽ തന്നെ പറയുന്നുണ്ട് DTS എടുക്കുമെന്നത്. പക്ഷേ സം ഓഫ് ദ ഫോർമാറ്റ്സ് നീഡ് ദ സപ്പോർട്ട് ഫോർ തേർഡ് പാർട്ടി പ്ലെയർ സോഫ്റ്റ്വെയർ. അതായത് തേർഡ് പാർട്ടി പ്ലെയർ സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ ചില ഫോർമാറ്റ്സ് എടുക്കത്തുള്ളൂ എന്ന് പറയുന്നത്. അതിനായിരിക്കും അവർ കൊടി പ്രീ ഇൻസ്റ്റാൾഡ് അതിനകത്ത് വെച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ ഒരു ആൻഡ്രോയിഡ് TV ബോക്സ് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. എന്തൊക്കെ ഫോർമാറ്റ്സ് എടുക്കും, എടുക്കില്ല, എന്തൊക്കെയാണ് ഇതിൻ്റെ ഡ്രോബാക്സ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൻ്റെ വർക്കിംഗ് വീഡിയോ ഇടാത്തത്.
നെക്സ്റ്റ് എന്തായാലും നമ്മൾ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് ഇതിൻ്റെ വർക്കിംഗ് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് മാനുവലെല്ലാം മാറ്റി വെച്ച് ഇതിനകത്തെ ബോക്സിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. സോ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം യൂസർ മാനുവലാണ് കണ്ടിരുന്നത്. സെക്കൻഡ് അതിനകത്തുള്ളത് നമ്മുടെ ഡിവൈസ് തന്നെയാണ്, MX Pro. നമുക്ക് ഡിവൈസ് മാറ്റി വെച്ചിട്ട് ഇതിനകത്ത് ബോക്സിൽ വേറെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ബോക്സിനകത്ത് പിന്നെ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു HDMI കേബിളുണ്ട്. ഒരു ഹൈ ഫാസ്റ്റ് HDMI കേബിളാണ്, ഹൈ സ്പീഡ്. അതുപോലെ തന്നെ അതിനകത്ത് ലേബൽ ചെയ്തിട്ടുണ്ട്. അധികം നീളം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ ക്വാളിറ്റി കണ്ടിട്ട് ഇച്ചിരി നല്ല ക്വാളിറ്റി ഉള്ളൊരു ഐറ്റം ആണെന്ന് തോന്നുന്നു. 1/2 മീറ്ററോളം നീളേ കാണുവോളം തോന്നുന്നു. എന്തായാലും അധികം നീളം തോന്നുന്നില്ല. എന്തായാലും സേഫായിട്ട് തന്നെ അതിൻ്റെ സോക്കറ്റ്സ് എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്നത് ഇതിൻ്റെ ഒരു പവർ അഡാപ്റ്റർ ആയിരുന്നു. പവർ അഡാപ്റ്റർ 5 വോൾട്ട് 2000 mAh ആണ്, അതായത് 2 ആംപിയർ. 5 വോൾട്ട് 2 ആംപിയർ അഡാപ്റ്ററാണ്. നമുക്ക് ആദ്യം കിട്ടിയ ഈ ഒരു പാക്കേജിനകത്ത് ഈ ഒരു അഡാപ്റ്റർ പൊട്ടിയിരുന്നതായിരുന്നു. അതുകൊണ്ടാണ് നമുക്കത് റീപ്ലേസ് ചെയ്യേണ്ടി വന്നത്. സൈഡ് വെച്ച് പൊട്ടിയിരുന്നായിരുന്നു. അതാണ് നമ്മൾ ഈ വീഡിയോയുടെ താമസിച്ചത്. നേരത്തെ ഇടണമെന്ന് വിചാരിച്ചായിരുന്നു. അങ്ങനത്തെ റീപ്ലേസ് ചെയ്ത് കിട്ടിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായതേ ഉള്ളൂ. ഇതാണ് ഫ്രണ്ട്സ് ഇപ്പോൾ അതിൻ്റെ അഡാപ്റ്റർ. 5 വോൾട്ട് 2 ആംപിയർ അഡാപ്റ്ററാണ്. ഇനി അടുത്തായിട്ട് നമുക്കിതിനകത്ത് ഈ ഒരു ബോക്സിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു റിമോട്ടാണ്. ഇതൊരു യൂണിവേഴ്സൽ റിമോട്ട് പോലെയാണ്. ഇഷ്ടംപോലെ ഇത് പൊട്ടിപ്പോയാലും നമുക്ക് വേറെ റിമോട്ട് ഇവിടെ നോർമൽ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടുന്നുണ്ട്. ഇതിനകത്ത് ഈ ഒരു ആൻഡ്രോയിഡ് TV ബോക്സിൻ്റെ റിമോട്ടും അല്ലാതെ TVയെ കൺട്രോൾ ചെയ്തൊരു TV കൺട്രോൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓരോ ബട്ടൺ നമ്മൾ അമർത്തുമ്പോഴും ഇതിനകത്ത് ആ ഒരു വൈറ്റ് പവർ ബട്ടണകത്ത് ഒരു LED ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് റിമോട്ട് വർക്ക് ചെയ്യുന്നു അതിൽ നോക്കി തന്നെ മനസ്സിലാക്കാം. വളരെ ഹാൻഡി ആയിട്ടുള്ളൊരു ചെറിയ റിമോട്ടാണ്. എന്നിരുന്നാലും നല്ല ഡിസ്റ്റൻസിൽ ഇത് വർക്ക് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു. മിക്കവാറുള്ള എല്ലാ കൺട്രോൾസിനകത്തുണ്ട്. മൗസിൻ്റെ ഒരു കൺട്രോളും കൊടുത്തിട്ടുണ്ട്. ഹോം ബട്ടൺ, ബാക്ക് ആരോ, മിക്കവാറും എല്ലാം വേണ്ടുന്ന കൺട്രോൾസും കൊടുത്തിട്ടുണ്ട്. വളരെ നല്ലൊരു റിമോട്ടാണ്. സോ നമുക്ക് ഇതിൻ്റെ പാക്കേജൊക്കെ മാറ്റി വെച്ചിട്ട് നേരെ ഡിവൈസിലേക്ക് പോകാം. ഡിവൈസ് എടുക്കുമ്പോഴേക്ക് വളരെ ഹാൻഡി ആയിട്ടുള്ളൊരു ഡിവൈസാണ്. ഒട്ടും വെയിറ്റ് ഒന്നുമില്ല, ചെറിയൊരു ഡിവൈസാണ്. കറക്റ്റ് ഒരു സ്ക്വയർ ബോക്സ് കണക്കിന് വന്നിരിക്കുകയാണ്. ഇതിന് നല്ലൊരു പാക്കേജിങ് കൊടുത്തിട്ടുണ്ട്. ഒരു സെപ്പറേറ്റ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കോട്ടിങ് അതിന് കൊടുത്തിട്ടുണ്ട്. പോറലോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും വീഴാതിരിക്കാനായിട്ട് നല്ലൊരു പാക്കേജിലായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ പോർട്സാണ് വന്നിട്ടുള്ളത് നോക്കാം. പോർട്ടിലിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പല സൈഡുകളിലായിട്ടാണ് ഇവർ പോർട്ടുകൾ കൊടുത്തിരിക്കുന്നത്. എല്ലാ പോർട്ടും ഒരേ സൈഡിലല്ല. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്ക് നമ്മുടെ മൈക്രോ SD കാർഡുള്ള പോർട്ടുണ്ട്. അത് അഡാപ്റ്റർ വഴി ഇടാൻ പറ്റത്തുള്ളൂ. ചെറിയ SD കാർഡ് ഇടാൻ പറ്റത്തില്ല. അഡാപ്റ്റർ വഴി നമുക്ക് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അവർ പറഞ്ഞ 64 GB വരെയുള്ള മെമ്മറി കാർഡ് ഇടാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ 3 USB പോർട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിലേക്ക് അതിൻ്റെ അടുത്ത ഒരു പോർഷനിലേക്ക് വരികയാണെങ്കിൽ പിന്നെ ഒരു നമ്മുടെ 5 വോൾട്ട് അഡാപ്റ്റർ കൊടുക്കാനുള്ള ഒരു പോർട്ട്, എതർനെറ്റ് പോർട്ട്, HDMI ഔട്ട്പുട്ട്. ഇതുവഴി നമുക്ക് 4K വരെയുള്ള റെസൊല്യൂഷൻസ് ഔട്ട്പുട്ട് ചെയ്യാമെന്നാണ് അവർ പറയുന്നത്. പിന്നെ ഇത് AV കോഡ് വെയറാണ്. ഇത് നോർമൽ AV കോഡ് വെയർ അല്ല, 4 അടുക്കുള്ള AV കോഡ് വെയറാണ്. അത് നമ്മൾ ആ കോഡ് വെയർ തന്നെ മേടിച്ച് കുത്തിയാൽ മാത്രമേ നമുക്കിത് നമ്മുടെ CRT TVക്കകത്തോട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് LED LCD ആണെങ്കിൽ നമുക്ക് HDMI ഔട്ട്പുട്ട് ഉണ്ട്. അതുവഴി നമുക്ക് HDMI കൊടുക്കാം. അതുവഴി ഓഡിയോയും വീഡിയോയും പ്ലേ ആവും. ഇതിനകത്ത് നമുക്ക് സെപ്പറേറ്റ് ഒരു വയറുണ്ട്, അത് കൊടുത്താൽ മാത്രമേ ഇത് വർക്ക് ആവുള്ളൂ. പിന്നെ സ്പീഡിഫിലേക്ക് വരികയാണെങ്കിൽ ഇത് ഓപ്റ്റിക്കൽ ഔട്ട്പുട്ട് അല്ല, ഇത് ഒരു സ്പീഡിഫ്, അത് കോയാക്സിലാണ്, സ്പീഡിഫ് ടു കോയാക്സിലാണ്. അതിൻ്റെ ഒരു ഫോട്ടോ തന്നെ പോയിട്ടുണ്ട്. ആ കേബിളാണ് ഇതിനകത്ത് യൂസ് ചെയ്യേണ്ടത്. ബാക്കിയുള്ള കേബിൾ യൂസ് ചെയ്ത് ഇതിൽ വർക്ക് ആവില്ല. പിന്നെ ഒരു USB 4 ഉണ്ട്. ഇതിനകത്ത് മൊത്തത്തിൽ 4 USB പോർട്ടുകളുണ്ട്. നമുക്ക് ഇതിനകത്ത് ബ്ലൂടൂത്ത് അല്ലെങ്കിൽ വയർലെസ് കീബോർഡ്, മൗസ് അതൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു USB പോർട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ FAT32, അതുപോലെ തന്നെ NTFS, അതുപോലുള്ള ഫോർമാറ്റ്സ് എല്ലാം എടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് 2TB വരെയുള്ള ഹാർഡ് ഡിസ്കുകൾ ഇതിനകത്ത് യൂസ് ചെയ്യാം. അതിനകത്ത് ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്ത് നോക്കിയ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഹാർഡ് ഡിസ്ക് എടുക്കും, 2GB വരെയുള്ള ഹാർഡ് ഡിസ്ക് എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ബിൽഡ് ക്വാളിറ്റിക്ക് വരുവാണെങ്കിൽ ഇഷ്ടംപോലെ എയർ വെൻസ് ഉണ്ട്. ചൂട് ഒട്ടും നിൽക്കത്തില്ല. നല്ല ക്വാളിറ്റിയിലാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിനകത്ത് മെയിനായിട്ട് വരുന്ന പോർട്സ് 3 USB പോർട്സ്, അതുപോലെ തന്നെ ഒരു HDMI ഔട്ട്പുട്ട്, ഒരു സ്പീഡിഫ് ഔട്ട്പുട്ട്, ഡിജിറ്റൽ ഔട്ട്പുട്ട്, പിന്നെ ഒരു AV ഔട്ട്പുട്ട്, ഇത്രയുമാണ് ഇതിനകത്ത്. പിന്നെ ഒരു SD കാർഡ് ഇൻപുട്ടും വരുന്നുണ്ട്. ഇത്രയുമാണ് നമുക്കിതിനകത്ത് മെയിനായിട്ട് ഇൻപുട്ട്സ് വരുന്നത്. അതിന് IR ബ്ലാസ്റ്റർ എവിടെ നിന്ന് കാണാൻ പോലും ഇല്ല, അതിനകത്ത് റേബിൾ ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും മിക്കവാറും ഇതിൻ്റെ ഫ്രണ്ട് ബാക്കൊന്നും ക്ലിയർ ആയിട്ട് അറിയില്ല. സൈഡും ബാക്കിലും 2 സൈഡിലായിട്ടാണ് ഇതിൻ്റെ പോർട്ടുകളെല്ലാം കൊടുത്തിരിക്കുന്നത്. 3 USB പോർട്ടുകൾ ഒരു സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. 4 USB പോർട്ടുകൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ട് ഒരുപാട് ഡിവൈസ് ഒരേ സമയം യൂസ് ചെയ്യാൻ പറ്റും. 2GB റാമും അതുപോലെ തന്നെ 16GB റോമും ഉള്ളത് കൊണ്ട് തന്നെ ഒട്ടും ഹാങ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നിരുന്നാലും നമുക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ, അതായത് വർക്കിംഗ് വീഡിയോ റിവ്യൂവും നമുക്ക് ചെയ്യാം. അപ്പോഴറിയാം നമുക്കിതിനകത്ത് എന്തുമാത്രം ഫാസ്റ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ഇരിക്കുന്ന ആ ഒരു MI TV-യെക്കാട്ടിലും കുറേ കൂടെ ഫാസ്റ്റർ ആയിരിക്കും ഈ ഒരു സാധനം. കാര്യം MI TV-ക്ക് 1GB റാമേ ഉള്ളൂ. ഇതെന്തായാലും കുറേ കൂടെ ഫാസ്റ്റർ ആയിരിക്കും. എന്തായാലും ആവശ്യമുള്ളവർക്ക് ഇത് വാങ്ങാം. അതിൻ്റെ വർക്കിംഗ് വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.
അതിനകത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓഡിയോ ഫോർമാറ്റ്സ് ഏതൊക്കെ എടുക്കും, വീഡിയോ ഫോർമാറ്റ്സ് ഏതൊക്കെ എടുക്കും, ഹാങ്ങോ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് അപ്പോഴും ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതാണ്. സോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇറ്റ്സ് മീ ആദർശം ടെക്നിക്കൽ സൊല്യൂഷൻ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ വെയിറ്റ് ആൻഡ് വാച്ച്.